രേഖ ഗുപ്ത സർക്കാർ പണി തുടങ്ങി. ആം ആദ്മി സർക്കാരിന്റെ എല്ലാ താൽക്കാലിക നിയമനങ്ങളും റദ്ദാക്കി. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഡൽഹിയിലെ രേഖ ഗുപ്ത സർക്കാർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. CAG റിപ്പോർട്ട് പുറത്തുവിട്ട് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടി നേതാക്കളെയും വീണ്ടും കുരുക്കാൻ ദില്ലിയിലെ പുതിയ സർക്കാർ 14 CAG ഓഡിറ്റ് റിപ്പോർട്ടുകൾ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രഖ്യാപിച്ചു. AAP സർക്കാരിന്റെ കാലത്ത് നടത്തിയ എല്ലാ താൽക്കാലിക നിയമനങ്ങളും റദ്ദാക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മുൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെ സേവനങ്ങളും താൽക്കാലിക നിയമനങ്ങളും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഡൽഹി സർക്കാർ 5 വലിയ തീരുമാനങ്ങളാണ് എടുത്തത്. ഡൽഹി സർക്കാരിലെ ആരോഗ്യ ഗതാഗത മന്ത്രി ഡോക്ടർ പങ്കജ് സിംഗ് ഇന്നൊരു സുപ്രധാന യോഗം വിളിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ സ്ഥിതി വളരെ മോശമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മൊഹല്ല ക്ലിനിക്കുകൾ പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മരുന്നുകളുടെ ക്ഷാമം മുതൽ ഡോക്ടറെ കുറിപ്പടി വരെ എല്ലാം അന്വേഷിക്കും. എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ നടപടിയെടുക്കും. DTC ബസ്സുകളുടെ പൂർണ്ണമായ വിലയിരുത്തൽ നടത്തും. 40% ബസ്സുകളും ഡിപ്പോയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പുതിയ ബസ്സുകൾ വാങ്ങിയിട്ടില്ല. ഇതെല്ലാം അന്വേഷിക്കും. ഇതിനു പുറമെ ഡൽഹി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടരുമെന്ന് രേഖ ഗുപ്ത സർക്കാർ പറഞ്ഞു. ഇതിലൊരു മാറ്റവും വരുത്തുന്നില്ല. ഡൽഹി മന്ത്രിസഭാ യോഗത്തിന് തൊട്ടു പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ BJP സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആയുഷ്മാൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനും AAPക്കും ശക്തമായ മുന്നറിയിപ്പും രേഖ ഗുപ്ത നൽകി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അഴിമതികളെ സംബന്ധിച്ചുള്ള CAG റിപ്പോർട്ടുകൾ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സഭയിൽ വെക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. 14 CAG ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് പുറത്തുവരാനുള്ളത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും അടക്കം ജയിലിലായ മദ്യനയത്തെക്കുറിച്ച് അടക്കമുള്ള റിപ്പോർട്ടുകളാണിത്. ഇതോടെ കെജ്രിവാളിന്റെയും സംഘത്തിന്റെയും തനി നിറം ജനം അറിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.